ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ടൊരു ബിസിനസ് ലോഗോ എങ്ങനെ ചെയ്തെടുക്കാം എന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പിൻട്രസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണോ നമ്മുടെ ലോഗോയിൽ ഉൾപ്പെടുത്തേണ്ടത് അതൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒരു ബൊക്കയും ഒരു ടവറും പിന്നൊരു ഫ്രെയിമും പിന്നെ ഒരു ഇൻവിറ്റേഷൻ കാർഡും പിന്നെ ഒരു ഷർട്ട് ബോക്സും കൂടിയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാമാണോ വേണ്ടത് അതൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോസാണ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക, കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് സ്കിപ്പായി പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഇതെല്ലാം എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിക്സാർട്ടിലാണ് ഇന്ന് ഈ ഒരു എഡിറ്റിങ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇന്ന് പിക്സാർട്ടിലാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ടൂൾസ് പോയിട്ട് നമുക്ക് ഏത് സൈസിലാണോ ഫോട്ടോ വേണ്ടത് ആ ഒരു സൈസ് തിരഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിക്കറിൽ പോയിട്ട് സ്പ്ലാഷ് എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ പല കളർ സ്പ്ലാഷും വരും. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ഏത് കളറാണോ അല്ലെങ്കിൽ നിങ്ങൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ചിട്ടായിരിക്കണം സ്പ്ലാഷ് തിരഞ്ഞെടുക്കേണ്ടത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ വലിയ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് മാച്ചായിട്ടുള്ളൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് അല്ലെങ്കിൽ വൈറ്റ് സ്പ്ലാഷാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് കട്ടൗട്ട് കൊടുക്കുക. അപ്പോൾ കട്ടൗട്ട് എടുത്തിട്ട് പേഴ്സൺ കൊടുത്താൽ നമ്മുടെ ഫോട്ടോ മാത്രമായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഈ ഒരു ലോഗോയിൽ കൊണ്ടുവരേണ്ട ഫോട്ടോസൊക്കെ നമ്മൾ ഗാലറി പോയിട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫോട്ടോ കട്ടൗട്ട് ചെയ്ത് എടുത്തതുപോലെ തന്നെ ഈ ഒരു സെലക്ട് ചെയ്ത എല്ലാ ഫോട്ടോസും കട്ടൗട്ട് ചെയ്തെടുക്കുക. പക്ഷേ ഇതിൽ നമ്മൾ കട്ടൗട്ട് ചെയ്യുന്നത് ഔട്ട്ലൈൻ വരച്ചിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഏത് പോർഷനാണോ വേണ്ടത് ആ ഒരു പോർഷൻ ഔട്ട്ലൈൻ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് വേണ്ട ഫോട്ടോസൊക്കെ സെലക്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് ബിസിനസ് ലോഗോവും നമുക്ക് ഈ ടൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ആ പ്രൊഡക്റ്റ് മാത്രം മാറ്റിയാൽ മതി. അപ്പം എനിക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ടാണ് ഈ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാ ഫോട്ടോസും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ സെറ്റ് ചെയ്തെടുക്കേണ്ടത് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു രീതിക്കാണ് ഇപ്പോൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ രീതി ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആണ് എന്ന് തോന്നുന്ന രീതിയിൽ ആ ഒരു എല്ലാ ഫോട്ടോസും നിങ്ങൾ വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പിൻട്രസ്റ്റ് സെലക്ട് ചെയ്യാതെ നിങ്ങളുടെ ഓൺ പ്രൊഡക്റ്റും നിങ്ങൾക്ക് ഇതിൽ കൊണ്ടുവരാമെന്നാണ്. നിങ്ങളുടെ ഫോട്ടോ ജസ്റ്റ് ഇതുപോലെ തന്നെ ക്രോപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ കട്ട് ഔട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ ക്രാഫ്റ്റേഴ്സിനൊന്നും പ്രൊഡക്റ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർ ചെയ്ത വർക്കൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ലോഗോ ചെയ്യാൻ പറ്റും. അപ്പം ഞാനിത് ചെയ്തതിന് ശേഷം എനിക്ക് അവിടെ ഒരു ബ്ലാങ്ക് ഫീൽ ചെയ്തത് കൊണ്ട് ഞാനിപ്പോൾ സ്റ്റിക്കറിൽ പോയിട്ടൊരു ഗിഫ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ബ്ലാങ്ക് ഫീലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ പിന്നെയും പിൻട്രസ്റ്റിലേക്ക് പോകണ്ട. നിങ്ങൾക്ക് ഇതിൽ തന്നെ സ്റ്റിക്കർ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾ സെർച്ച് ബാറിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ അത് കിട്ടും. പിന്നെ അത് കൂടാണ്ട് ഞാനൊരു ബൊക്കയും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ സ്റ്റിക്കറിൽ പോയിട്ട് ഫ്ലവറിന് സെർച്ച് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ശേഷം നമ്മുടെ ഫോട്ടോ ഒക്കെ നമ്മൾ സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഫോട്ടോ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാനർ ആവശ്യമാണ്. അപ്പം ഞാൻ ഇന്ന് എടുക്കുന്നത് ഫ്ലോറൽ ബാനറാണ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാൻ പറ്റും. അപ്പം ഞാനിതാ ഈ ഒരു ബാനറാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ആ ഫോട്ടോക്ക് അനുസരിച്ച് നമ്മൾ ആ ഒരു ബാനർ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ലോഗോക്ക് നമ്മൾ എന്താണോ നെയിം വെച്ചിട്ടുള്ളത് അത് നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഫിലൂസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ലോഗോന് എന്ത് പേരാണോ ചെയ്ത് വെച്ചിട്ടുള്ളത് അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ആ ഒരു ഫോണ്ട് തിരഞ്ഞെടുക്കുക. അപ്പം ഞാനിപ്പോൾ ഫോണ്ട്
എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഫോണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വെച്ചിട്ട് അടിപൊളിയാണെന്ന് തോന്നുന്ന ആ ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് എടുക്കുക. ഞാനിതാ വീണ്ടും എനിക്ക് റെഡിയാവാത്തതുകൊണ്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ ചെയ്ത് റെഡിയാക്കി വെക്കുക. പിന്നെയും ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിതാ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോണ്ട് സെലക്ട് ചെയ്ത് സെറ്റാക്കി കൊടുക്കുക. അപ്പം നമ്മുടെ ലോഗോ കണ്ടിട്ട് ആൾക്കാർ അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് നല്ല ഇമ്പ്രസ് ആകുന്ന ടൈപ്പ് ലോഗോസ് ആയിരിക്കണം നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അതിൽ നമുക്ക് മിസ്റ്റേക്ക് വരാൻ പാടില്ല. നമ്മൾ ഏരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോട്ടോ ഗാലറിയിലേക്ക് സേവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.